Hello everyone, welcome to A for Education, Kerala's #1 platform for UGC and NET coaching. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കുറച്ചല്ല 5 ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻറ്റ് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ PYQs സ്പെസിഫിക്കലി ഫ്രം ദ ടോപ്പിക് ഓഫ് ഇന്റലിജൻസ് എന്നാണ്. ഓക്കെ, അതായത് നമ്മളുടെ മൊഡ്യൂളിലുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്, ഓക്കെ, ആ ടോപ്പിക്കിൽ നിന്നും മുന്നേ വന്നിട്ടുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അധികം ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റലിജൻസിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡാഷ് ഡിഫൈൻഡ് ഇന്റലിജൻസ് ആസ് ദ അബിലിറ്റി ടു സീ റിലേഷൻസ് ആൻഡ് ടു എഡ്യൂസ് കോറിലേറ്റ്സ് എന്നുള്ളത്. ആരാണ് ഇന്റലിജൻസ് ഒരു റിലേഷൻസ് കാണാനും കോറിലേറ്റ്സിനെ ഡ്യൂസ് ചെയ്യാനുമുള്ള ഹ്യൂമൻ ബീങ്സിന്റെ ഒരു കാപ്പബിലിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൽഫ്രഡ് ബിനെ, സ്പിയർമാൻ, ടെർമൻ, ബോറിംഗ്. ഈ 4 പേരിൽ ആരാണ് ഇങ്ങനെ ഇന്റലിജൻസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പറയാം ഏതാണെന്നുള്ളത്. നോക്കാം. ഓക്കെ, ഞാൻ പറയാം ആൻസർ. ഓപ്ഷൻ ബി, അതായത് ചാൾസ് സ്പിയർമാൻ ആണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് റിലേഷൻസ് കാണാനും അതുപോലെ തന്നെ കോറിലേറ്റ്സിനെ റിഡ്യൂസ് ചെയ്യാനുമുള്ള ഒരു അബിലിറ്റി ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്പിയർമാൻ ഡിഫൈൻഡ് ഇന്റലിജൻസ് ആസ് ദ അബിലിറ്റി ടു സീ റിലേഷൻസ് ആൻഡ് ടു റെഡ്യൂസ് കോറിലേറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അതായത് കോറിലേറ്റ്സിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ചുറ്റുള്ള കാര്യങ്ങൾ പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റിയാണ് എന്ത്, ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചാൾസ് സ്പിയർമാൻ ആണ്. അതേസമയം ആൽഫ്രഡ് ബിനെ എന്താണ് ഒരു ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്വന്തം സെൽഫിനെ സർക്കംസ്റ്റാൻസസിനോട് കൂടെ അഡാപ്റ്റ് ചെയ്യാനുള്ള സെർട്ടൻ ചേഞ്ചിങ് അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് ആ സിറ്റുവേഷനുമായിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റി കൂടിയാണ് ഇന്റലിജൻസ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആൽഫ്രഡ് ബിനെറ്റ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ആരതായിരുന്നു പേര് പറഞ്ഞിരുന്നത്, അക്കോർഡിംഗ് ടു ടെർമൻ, നമ്മുടെ ടെർമന്റെ കേസിലാണ്. ടെർമൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അബിലിറ്റി ടു ക്യാരി ഓൺ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നുള്ളതാണ്. അബ്സ്ട്രാക്ട് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റിയാണ് എന്ത് ഇന്റലിജൻസ് എന്നാണ് ടെർമൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ ഓപ്ഷൻസും പറയുന്നത് അറിയോ, നിങ്ങൾ ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും എപ്പോഴും എല്ലാ ഓപ്ഷൻസും പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ബോറിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്റലിജൻസ് ഈസ് വാട്ട് ഈസ് മെഷർഡ് ബൈ ഇന്റലിജൻസ് ടെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. അത് ഒന്ന് ഓർമ്മിച്ച് വെക്കട്ടോ, ഈ ഡെഫിനിഷൻസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇന്റലിജൻസ് ഈസ് വാട്ട് ദാറ്റ് ഇസ് മെഷർഡ് ബൈ ഇന്റലിജൻസ് ടെസ്റ്റേഴ്സ്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യുന്നത് അതാണ് ഇന്റലിജൻസ് എന്നാണ് ബോറിംഗ് എന്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. സ്പിയർമാൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സീ റിലേഷൻസ് ആൻഡ് റെഡ്യൂസ് കോറിലേറ്റ്സ് എന്നുള്ള ഒരു എന്ത് ചെയ്തിട്ടുള്ളത് ഡെഫിനിഷൻ ഇന്റലിജൻസിന് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ അബിലിറ്റീസിനെ അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെർബൽ കംപ്രഹെൻഷൻ, വെർബൽ ഫ്ലുവൻസി, ന്യൂമറിക്കൽ അബിലിറ്റി, മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്, ഇൻഡക്റ്റീവ് റീസണിംഗ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ. ദാറ്റ്സ് ദ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെർബൽ ഫ്ലുവൻസി, verbal comprehension, numerical ability, memory, perceptual speed, spatial visualization and inductive reasoning. And third one is numerical ability, verbal comprehension, verbal fluency, memory, inductive reasoning, spatial visualization and perceptual speed. ഇനി ഫോർത്ത് അഥവാ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് spatial visualization, inductive reasoning, memory, perceptual speed, numerical ability, verbal fluency and verbal comprehension. അങ്ങനെയാണെങ്കിൽ ഈ തേഴ്സ്റ്റന്റെ തേഴ്സ്റ്റൻ ഒരു ഓർഡറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആ ഓർഡർ ഏതാണ് എന്നുള്ളതിൽ ഇതിൽ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത് കറക്റ്റ് ആൻസർ ആയിട്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഏതായിരിക്കും, നിങ്ങൾക്ക് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവേണ്ടതാണ്. ഡെഫിനറ്റ്ലി ആൻസർ എ ആണ് വരിക കേട്ടോ. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് തന്നെ ശരിയാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് വെർബൽ കംപ്രഹെൻഷൻ ഇസ് ദ ഫസ്റ്റ് തിങ്. വെർബൽ കംപ്രഹെൻഷൻ ആണ് ഒന്നാമത്തെ ഒരു അബിലിറ്റി ആയിട്ട് പറയുന്നത് തേഴ്സ്റ്റന്റെ ഒരു പ്രൈമറി മെന്റൽ അബിലിറ്റീസിൽ. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റിയാണ് വെർബൽ കംപ്രഹെൻഷൻ അബിലിറ്റി എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതായത് വെർബൽ കംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റിയാണ്. ഇനി വെർബൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിനെ റാപ്പിഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട്
പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അബിലിറ്റിയാണ്. ഓക്കെ, വേർഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അബിലിറ്റിയാണ് അത് വെർബൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ അബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റിയാണ്. അതുപോലെ തന്നെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. പിന്നെ പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള സിമിലാരിറ്റീസിനെയും ഡിഫറൻസിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർസീവ് ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഹ്യൂമൻ അബിലിറ്റിയാണ് പെർസെപ്ച്വൽ സ്പീഡ് എന്നുള്ളത്. ഇനി ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബിലിറ്റി ടു ഫൈൻഡ് റൂൾസ് ആൻഡ് കൺക്ലൂഡ് എന്നുള്ളതാണ്. ഓക്കെ, റൂൾസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും കൺക്ലൂഡ് ചെയ്യാനുള്ള ഹ്യൂമൻ അബിലിറ്റിയാണ്. ആൻഡ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ റിലേഷൻഷിപ്സ്, തിങ്സ് നമ്മുടെ ചുറ്റുമുള്ള കാണുന്ന കാര്യങ്ങൾക്കിടയിലുള്ള വിഷ്വൽ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അബിലിറ്റിയാണ് അത് സ്പേഷ്യൽ അബിലിറ്റി അല്ലെങ്കിൽ സ്പേഷ്യൽ വിഷ്വലൈസേഷൻ അബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 7 പ്രൈമറി മെന്റൽ അബിലിറ്റീസ് ആണ് ഇതിലുള്ളത്. സോ കറക്റ്റ് ഓർഡർ ഇസ് വെർബൽ കംപ്രിഹെൻഷൻ, വെർബൽ ഫ്ലുവൻസി, ന്യൂമറിക്കൽ അബിലിറ്റി, മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്, ഇൻഡക്റ്റീവ് റീസണിംഗ് ആൻഡ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. According to Jensen, what percentage of variance in intelligence is explained by genetic factors എന്നുള്ളതാണ്. ആസ് പെർ ജെൻസൺ, ആർത്തർ ജെൻസൺ ആണ് കേട്ടോ, അദ്ദേഹത്തിന്റെ തിയറി വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എത്ര പെർസെന്റേജ് ഓഫ് വേരിയൻസ് നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ് വെച്ചിട്ട് ഇന്റലിജൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. 20 to 30%, 55 to 65%, 80 to 90% ആൻഡ് 40 to 50%. നമുക്കറിയാം നമ്മളുടെ ലെവൽ 1 അബിലിറ്റീസും ലെവൽ 2 അബിലിറ്റീസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് അബിലിറ്റീസിനെ കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ് നമ്മളുടെ ആർത്തർ ജെൻസൺ എന്നുള്ളത്. ഹി വാസ് എ ഇന്റലിജൻസ് തിയറിസ്റ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം റേഷ്യൽ എത്നിക് ഗ്രൂപ്പുകളെ കുറിച്ചും ജനറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഓൺ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. സോ അദ്ദേഹത്തിന്റെ തിയറി വെച്ച് നോക്കുമ്പോൾ ആൻസർ സി ആണ് വരിക. അതായത് ഏകദേശം 80 മുതൽ 90% വരെ വേരിയൻസ് ഇൻ ഐക്യു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു പോപ്പുലേഷനിലെ ഐക്യൂൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് അറൌണ്ട് 80% to 90% നമുക്ക് അവരുടെ ജനറ്റിക് കോൺസെപ്റ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ആർത്തർ ജെൻസൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നേച്ചർ ആൻഡ് നേച്ചർ ഡിബേറ്റ്, അതായത് നമ്മളെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുത്താണോ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ എന്നേറ്റ് ആയിട്ട് കിട്ടിയതാണോ എന്നുള്ളതാണോ നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പണന്റ് ആയിരുന്നു ആർത്തർ ജെൻസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും ജെനറ്റിക്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബിഹേവിയറൽ ട്രൈറ്റ്സ് ലൈക്ക് ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആർത്തർ ജെൻസൺ, വിച്ച് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ് ഹിം. സോ 80 to 90% of variance in IQ in the population study was a result of genetic factors. Genetic factors വെച്ച് നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും 80 to 90% of variance. ഓക്കെ, സോ ഓരോ പോപ്പുലേഷൻ കഴിയുമ്പോൾ ഇന്റലിജൻസിൽ വേരിയേഷൻസ് ഉണ്ട്. നമുക്കറിയാം ഫ്ലിന്റ് എഫക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓൾഡർ ജനറേഷനേക്കാളും ന്യൂർ ജനറേഷന്റെ ഇന്റലിജൻസ് സ്കോർ IQ സ്കോറിൽ എന്തുണ്ടാവും, ഇൻക്രീസ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫ്ലിന്റ് എഫക്ട് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ കണക്ഷനിസ്റ്റ് അപ്രോച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് അക്കോർഡിംഗ് ടു ദ കണക്ഷനിസ്റ്റ് വ്യൂ, മെമ്മറീസ് ആർ വാട്ട്? അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ്, നോളജ് സ്ട്രക്ചേഴ്സ്, ഇന്റർകണക്ഷൻസ് among neurons, സ്കീമാസ്. കണക്ടിവിസ്റ്റ് വ്യൂ എന്താണ് പറയുന്നത്? മെമ്മറീസ് എന്തായിട്ടാണ് കാണുന്നത്? അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ്, നോളജ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഇന്റർ കണക്ഷൻസ് among ന്യൂറോൺസ്, സ്കീമാസ്. ഓപ്ഷൻ സി, അതായത് ഇന്റർ കണക്ഷൻസ് ബിറ്റ്വീൻ ന്യൂറോൺസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. കണക്ഷനിസ്റ്റ് വ്യൂ അല്ലെങ്കിൽ പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ് വ്യൂ. കണക്ഷനിസ്റ്റ് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ് മോഡൽ എന്ന് കൂടെ വിളിക്കാറുണ്ട്. അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നോളജ് റെപ്രസെന്റേഷൻ ലൈസ് ഇൻ ദ കണക്ഷൻസ് എന്നുള്ളതാണ്. നമ്മളുടെ ബ്രെയിനില് ഡിഫറെന്റ് ആയിട്ടുള്ള നോഡുകളുണ്ട്, ന്യൂറോൺ മൊഡ്യൂളുകളുണ്ട്. ഓക്കെ, ന്യൂറൽ മൊഡ്യൂളുകളുണ്ട്. അപ്പോൾ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള നോഡുകൾക്കിടയിലുള്ള കണക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നോളജ് റെപ്രസെന്റേഷനെ പിന്നെ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ നോളജ് റെപ്രസെന്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ബേസ് എന്ന് പറയുന്നു. സോ ഓർ എലമെന്റ് സ്റ്റോർഡ് ഇൻ മെമ്മറി. സോ നോട്ട് ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ നോഡ്, ഓരോ ഇൻഡിവിജ്വൽ നോഡിലും അല്ല എന്ത് ചെയ്യുന്നത് ഈ ഒരു നോളജ് റെപ്രസെന്റേഷൻ നടക്കുന്നത്. ഇത് മൾട്ടിപ്പിൾ നോഡുകൾ തമ്മിലുള്ള കണക്ഷൻസിനാണ്. ഓക്കെ, അല്ലെങ്കിൽ ന്യൂറൽ മൊഡ്യൂൾസ് തമ്മിലുള്ള കണക്ഷൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നോളജിനെ റെപ്രസെന്റ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാനും വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് എ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഞാൻ ഇത് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള നോട്ട്സും ക്ലാസ്സുകളും പിന്നെ PYQs ഒക്കെ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എയ്ഫറിന്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക്
ഈസി ആയിട്ട് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങളെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും പേപ്പർ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ. ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അതായത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽഫോർഡിന്റെ SOI സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലിന്റെ ആ ഒരു കറക്റ്റ് സീക്വൻസ് ആണ്. ഈ സീക്വൻസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് പലതവണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ 5 ക്വസ്റ്റ്യൻസിൽ 2 അങ്ങനത്തെ പറഞ്ഞത്, കാരണം തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ അബിലിറ്റീസിന്റെ സീക്വൻസ്, അതുപോലെ തന്നെ SOI മോഡലിന്റെ സീക്വൻസിനെ കുറിച്ചും വന്നു അല്ലേ. അതായത് SOI മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ. സോ യൂണിറ്റ്, റിലേഷൻ, ക്ലാസ്, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻ, അതാണ് ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബി, യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻ. ക്ലാസ്, യൂണിറ്റ്, സിസ്റ്റം, റിലേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻ. യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം, ഇംപ്ലിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, നമുക്ക് ഓപ്ഷൻ ബി ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണല്ലോ. JP ഗിൽഫോർഡ് 1961 ട്രൈ ഡയമെൻഷണൽ തിയറി ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡല് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്റലക്ച്വൽ ഫാക്ടേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, 3 ഡിഫറെന്റ് വേസ് ആയിട്ട് എന്ത് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു. അതുകൊണ്ടാണ് അതിനെ ട്രൈ ഡയമെൻഷണൽ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. കണ്ടന്റ്, ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് എന്നുള്ളത് അതിന്റെ ഓരോന്നിന്റെ അണ്ടറിലായിട്ടാണ് ഈ പറയപ്പെടുന്ന തിങ്സ് ഒക്കെ അദ്ദേഹത്തിനുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. ഒരു യൂണിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സിൽ പോയി, നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിക്കാം, നിങ്ങൾ യൂണിറ്റ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ റിലേഷൻ കണ്ടു, അത് സിസ്റ്റത്തിനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നി, ദെൻ യു ഹാവ് ടു ഇംപ്ലൈ സംതിങ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഓർമ്മിച്ച് വെക്കാവുന്നതാണ്. എന്തായാലും ഇവിടെ കറക്റ്റ് ആൻസർ യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് our 5 questions, 5 previous year questions from intelligence. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. യാ, ദാറ്റ്സ് ഇറ്റ്.